പിന്നെ ജമ്പിങ് ജാക്സിൻ്റെ ആംഗിൾ റൊട്ടേഷൻ്റെ ഇതൊക്കെ പറഞ്ഞു. ഇന്നിപ്പോൾ ബ്രീത്തിങ്ങിൻ്റെ 10 എക്സസൈസുകളാണ് നമുക്കുള്ളത്. അതിൽ പിന്നെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറേ ആളുകൾ കറക്റ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഫസ്റ്റത്തെ വരുന്നത് പിന്നെ ഈ ബോഡി സൈഡ് ബെൻഡ് ചെയ്തിട്ട് സ്ട്രെച്ചിങ് ആൻഡ് സൈഡ് ബെൻഡാണ്. ഈ ഇതിൽ വരുന്ന നമ്മൾ ഇവിടുന്ന് ബ്രീത്ത് എടുത്തിട്ട് നമ്മൾ കൈ ശരിക്കും സ്ട്രെച്ച് ചെയ്തിട്ട് ബോഡി ചരിഞ്ഞിട്ട് മേലോട്ട് പോകണം. അങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്നായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, നന്നായിട്ട് ഇങ്ങനെ കറങ്ങുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നമുക്ക് ചെയ്യുന്നത് നമ്മളെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ബോഡി നമ്മൾ ബ്രീത്ത് എടുത്ത് സ്ട്രെച്ച് ചെയ്യുക. ഈ പൊസിഷൻ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ ഇങ്ങനെ ചരിഞ്ഞിട്ട് ഈ തല ചരിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ ഏത് ഭാഗത്തേക്കാണ് ചെയ്യുന്നത് ആ ഭാഗത്ത് നമ്മൾ നെര്യാണീൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നോക്കി നിന്നാൽ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് വരും. അതിനാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട്. എന്നിട്ട് വേണം കൂടി തിരിയാൻ. ശ്വാസം വിട്ട് കഴിഞ്ഞിട്ട് അതോട് കൂടി തിരിയരുത്. ശ്വാസം വിട്ട് കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തന്നെ തിരിയണം. അതായത് അവിടുന്ന് അത് നമ്മളെ ഈ ഞരമ്പുകൾ, ഇവിടുന്ന് കൂടെയുള്ള ഞരമ്പുകൾ നമ്മുടെ ഈ കൈയിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഇതൊക്കെ ഇവിടെയൊക്കെ അതിൻ്റെ ഗുണങ്ങൾ വരുന്നുണ്ട്. അതിനാണ് കൈ ശരിക്ക് ടച്ച് ചെയ്യാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ആളുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ബ്രീത്ത് എടുക്കുമ്പോൾ ഒന്ന് ആ രീതിയിൽ ഒന്ന് ചെയ്താൽ മതി. അല്ലാത്തവർ നല്ല രീതിയിൽ നല്ല സ്ട്രെച്ച് ചെയ്ത് നല്ല രീതിയിൽ പിടിച്ചിട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇൻഡെക്സ് ഫിംഗർ ലോക്ക് എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് ഇങ്ങനെ പോകരുത്. അത് നമ്മൾ അതും അതേമാതിരി തന്നെ ഈ കൈവിരൽ ഇതേമാതിരി തന്നെ ഇങ്ങനെ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്യുക. 2 സെക്കൻഡ് മുകളിൽ ഹോൾഡ് ചെയ്ത് എന്നിട്ട് അതേമാതിരി തന്നെ മാറ്റിയെടുക്കുക. പിന്നെ മൂന്നാമത് നമ്മൾ ഫിംഗർ ലോക്ക്. ഈ ഫിംഗർ ലോക്ക് എന്ന് പറയുന്നത് വെറുതെ ഒരു ഫിംഗർ ലോക്കല്ല. ശരിക്കും നമ്മൾ കൈ ടൈറ്റ് ചെയ്യുന്നത് കൈയിൻ്റെ ഈ ഞരമ്പുകൾ ഇതിങ്ങനെ ഇങ്ങോട്ട് പിരിയുമ്പോൾ ഇതും ഒരു എക്സസൈസാണ്. നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നതിനകത്ത് നമ്മൾ കൈ ഇങ്ങനെ പൊട്ടിക്കുകയൊക്കെ ചെയ്യില്ലേ, അതിൻ്റെ ഒരു ഇത് നമ്മളറിയാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു ഇതിൽ വരുന്നതാണ്. കൈ നമ്മൾ ശരിക്കും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ്റെ അതിൽ തന്നെ വരും. പിന്നെ അതുമാതിരി തന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ സ്ലോലി തന്നെ പോകാം. അങ്ങനെ ഔട്ട് ചെയ്തിട്ട് സ്ലോലി തന്നെ വരും. അതിന് ആ ഒരു ടൈമിങ് നമ്മൾ കൗണ്ട് ചെയ്യുന്ന ആ ഒരു ടൈമിങ്ങിൽ തന്നെ അത് പിന്നെ വരുന്നുണ്ട്. ആ സ്ലോയിൽ തന്നെ ഉള്ള ടൈം വരുന്നുണ്ട്. അതിപ്പോൾ 10 എക്സസൈസാണ് നമ്മളെ ഈ ബ്രീത്തിങ്ങിലുള്ളത്. ഇപ്പോൾ നമ്മൾ 3 പറഞ്ഞു. ബാക്കിയുള്ളത് നമുക്ക് നാളെ പറയാം. എല്ലാവരും സമയമുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ കൈ കെട്ടിയിട്ടില്ല. ഈ കൈ കെട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൈ ഇങ്ങനെ ആക്കിയിട്ട് ഒരുപാട് ഇതാക്കണം. അപ്പം നമുക്ക് തലേൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ കൈ ഒന്നും ഇങ്ങനെ കൈ നമ്മൾ തലേൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന രീതിയിൽ കൈ ഒന്ന് കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ ഇവിടെ ഹോൾഡ് ചെയ്ത് എന്നിട്ട് ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഒരു ബ്രീത്തിട്ട് സ്ലോലി ഇങ്ങനെ ഒന്ന് ചെയ്യാം. ഒന്നിവിടെ ഒറ്റ പ്രസ്. അതും ഇതേപോലെ തന്നെ നമ്മളെ ഈ മസിലുകൾക്കും ഒക്കെ ഉള്ള ഒരു തന്നെയാണ്. പിന്നെ അതുമായിട്ട് വയറ് കുറയുന്നതിനും ആ ഒരു ഈ പ്രസ്സിങ്ങുള്ള ഈ വയറിൻ്റെ ഇതിനു കൂടി വേണ്ടിയിട്ടുള്ളതാണ് ആ എക്സസൈസ്. അല്ല അത് നിങ്ങൾ ഇപ്പോൾ മസിൽ കയ്യിൻ്റെ വേദന ഉള്ള ആളുകളും ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എത്ര മതി സാവധാനം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് അങ്ങനെ മതി. നമുക്ക് പിടിക്കാം. അതാ ഞാൻ പറഞ്ഞത്, ചിലർക്ക് പിടിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് തലേൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ പിന്നെ കൈ പൊങ്ങാത്ത പൊസിഷൻ ഉണ്ടല്ലോ, ആ പൊങ്ങാത്ത പൊസിഷനിൽ എവിടെ എത്തുന്നെങ്കിൽ അത് മതി. അവിടെ വന്നിട്ട് ബ്രീത്ത് വിട്ടിട്ട് മുട്ടുവേദന ഉള്ളവരുണ്ടല്ലോ, ഇത് ചെയ്യരുതിട്ടോ. ശരിക്കും നമുക്ക് കാലിനൊരു കുഴപ്പമില്ലെങ്കിൽ നമുക്ക് വൈഡായിട്ട് ഇങ്ങനെ ചെയ്യാം. ഹാഫ് റൗണ്ടാണ് ശരിക്കും നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരുന്നില്ലേ, ഹാഫ് റൗണ്ടാണ് ശരിക്കും ഈ നീ റൊട്ടേഷൻ വരുന്നത്. അതിങ്ങനെയാണ് വരിക. നമ്മൾ ചിലർ ഇങ്ങനെ പോകും. അതിപ്പോൾ ഒന്നിങ്ങനെ മുന്നോട്ടാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചറിഞ്ഞാൽ മതി. അത്ര ചെയ്താൽ മതി. എനിക്ക് മുട്ടുവേദനയുള്ളതുകൊണ്ടാണ് ഞാൻ കളപ്പണി ചെയ്തത്. കാരണം അന്നേരം ഒന്ന് ചെറുതാക്കി ചെയ്താൽ മതി. മുട്ടുവേദനയുള്ള ആളുകൾ ഒന്ന് ചെറുതാക്കി ചെയ്യാം. അത് മുട്ടുവേദന മാറിയ ശേഷം നീ റൊട്ടേഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഡോക്ടർമാർ തീരെ ചെയ്യരുതെന്നാണ് പറയാം. പിന്നെ കുരിക്കന്മാരൊക്കെ പറയുന്നത് മുട്ടുവേദന മാറിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ കുഴപ്പമൊന്നും. ഓക്കെ ഓക്കെ. ഇത് ഒരു ഒറ്റ ബ്രീത്തിങ് ആണോ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ബ്രീത്ത് എടുത്ത് കൈ നല്ലോണം വലിച്ചു പിടിച്ച് ബ്രീത്ത് എടുത്ത് കൈ ഇങ്ങനെ പൊട്ടി ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഇത് കൈ മാക്സിമം ഇങ്ങനെ എത്രത്തോളം പോകുമോ അത്രത്തോളം നമ്മൾ അവിടെ എത്തുമ്പോൾ വയറ് പറയുമ്പോൾ വലിച്ചുകൊണ്ട് പോയിക്കാളാം. ബ്രീത്ത് വിട്ടുകൊണ്ട് വേണം പോയിട്ടതാ. പിന്നെ ബാക്കോട്ടും പോകില്ലേ, അതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ പറയില്ലേ. ഇത് 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ പറയുമ്പോഴാണ് നമ്മൾ ബാക്കോട്ട് പോയിട്ട്
ഇവിടെ ഇങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്ത് പോയിട്ട് അപ്പ് എന്ന് പറയില്ലേ, അപ്പ് പറയുമ്പോ ഇങ്ങനെ പൊങ്ങാം. ഈ കൈ വെക്കുന്ന എന്തിനാണ് നമ്മളെ ബാലൻസിന് വേണ്ടിട്ട് കൂടുതലാണ് കൊടുക്കുക. ഇങ്ങനെ പോയി ഇങ്ങനെ മാക്സിമം നമ്മൾ എത്ര പോകാൻ പറ്റും അത്രത്തോളം ഒരു ബ്രീത്ത് ആദ്യത്തെ ബ്രീത്ത് ഇതാ, അത് അവിടുന്ന് ഔട്ട്. രണ്ടാമത്തെ നമ്മൾ അപ്പ് എന്ന് പറയുമ്പോ പൊങ്ങി അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പൊങ്ങുന്ന ആളാണ് രണ്ടാമത് തല കുമ്പിട്ട് ഇങ്ങനെ പൊന്തി വരുമ്പോണ്ടല്ലോ പെട്ടെന്ന് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പൊ ചിലപ്പോ കണ്ണൊക്കെ ഇരുട്ടടയ്ക്കും അതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ലോ ആയിട്ട് ചെയ്യണം, കണ്ണടച്ച് ചെയ്യരുത്, കണ്ണടയ്ക്കാതെ ചെയ്യണം. അപ്പൊ ഓക്കെ ശരി. കണ്ണടച്ചാലും വീണതറിയില്ല.